ഒരു വിഭാഗങ്ങളിൽപ്പെട്ട ഒന്നാണ്. സ്തോത്രം അല്ലെ. ഉപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്, അത് വില മതിക്കുന്നതാണ്. സ്തോത്രം. നമ്മുടെ സദ്യകളിൽ, നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങളിൽ സ്തോത്രം ഉപ്പ് എന്ന് പറയുന്ന ഈ വസ്തു ചേർത്ത് കഴിഞ്ഞാൽ അത് വളരെ രുചികരമായി തീരുവാനിടയായി. ഒന്നത്. രണ്ട്, സ്തോത്രം ആമേൻ, ഭക്ഷണത്തിൽ നാം ഉപ്പ് സ്തോത്രം ചേർത്ത് ആ ഭക്ഷണം നാം വിളമ്പുമ്പോൾ അത് കഴിക്കുന്നവർക്ക് അത് വളരെ ഭോജനകരമായി തീരുവാനിടയായി തീരും. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. അപ്പോൾ ഉപ്പിനെ കുറിച്ച് കർത്താവ് പറയുകയാണ്. സ്തോത്രം. ദൈവത്തിന്റെ ഒരു ദൈവ പൈതലിനെ കുറിച്ച് ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുകയാണ്. സ്തോത്രം. അപ്പോൾ ഉപ്പിന്റെ കാര്യം പറഞ്ഞു. ഉപ്പ് സ്തോത്രം അത് കാരം, അല്ലെങ്കിൽ ഉപ്പ് അത് കാരമില്ലാതെ പോയാൽ അതിന് പിന്നെ എന്തൊന്നുകൊണ്ട് രസം വരുത്തുവാൻ കഴിയും. സ്തോത്രം. ഇന്ന് രാത്രിയില് ദൈവത്തിന്റെ വചനം കേൾക്കുന്ന, ദൈവത്തിന്റെ വചനത്തിന്റെ ആഴങ്ങളിലേക്ക് ചിന്തിക്കുന്ന ദൈവ പൈതലെ ഇന്ന് രാത്രി കാലം ദൈവത്തിന്റെ ആത്മാവിനാൽ വിളിച്ചു പറയട്ടെ. ദൈവവചനം പറയുന്നു, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുകയാണ്. സ്തോത്രം. അപ്പോൾ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചോളം, ഒരു ദൈവ സ്തോത്രം ഭക്തനെ സംബന്ധിച്ചോളം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചോളം സ്തോത്രം നാം ഭൂമിയുടെ ഉപ്പാകുന്നുവെന്ന് കർത്താവ് നമ്മോട് പറഞ്ഞിരിക്കുക. സ്തോത്രം. അപ്പോൾ നമുക്ക് ഒരു വിശേഷതയുണ്ട്, നമുക്ക് ഒരു പ്രത്യേകതയുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. നമുക്കൊരു പ്രത്യേകത എന്ന് പറയുന്നത് സ്തോത്രം നമ്മളിലൂടെ രുചി വരത്തക്ക നിലവാരത്തിൽ ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുകയാണ്. സ്തോത്രം. ദൈവം നമ്മെ സൃഷ്ടിച്ചാക്കിയിരിക്കുന്നത് ദൈവ പദ്ധതി പ്രകാരമാണ്. സ്തോത്രം. ഹല്ലേലൂയ. വചനം ഉൽപ്പത്തി പുസ്തകം പഠിക്കുമ്പോൾ നമുക്കവിടെ കാണാൻ കഴിയുകയാണ്. സ്തോത്രം. ആദാമിനെയും ഹൗവയെയും യഹോവയായിരിക്കുന്ന ദൈവം ഏദനിൽ സൃഷ്ടിച്ചാക്കി. സ്തോത്രം. ആദാമിനെയും ഹൗവയെയും യഹോവയായിരിക്കുന്ന ദൈവം ഏദനിൽ സൃഷ്ടിച്ചാക്കി. എന്നാൽ ദൈവത്തിന്റെ കൽപ്പനകൾക്കും ദൈവത്തിന്റെ അരുളപ്പാടുകൾക്കും വിപരീതമായി സ്തോത്രം ഇവരിൽ സാത്താൻ പ്രവർത്തിച്ചിട്ട്, അല്ലെങ്കിൽ സാത്താൻ പ്രവർത്തിച്ചിട്ട് ഇവരിലുള്ള ദൈവ കൃപയെ നഷ്ടപ്പെടുത്തി കളയുവാനിടയായി. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് രാത്രിയില് ദൈവത്തിന്റെ വചനം കേൾക്കുന്ന ദൈവ പൈതലെ സ്തോത്രം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ആരോടൊക്കെ പറയുകയാണ്, നീ ഇറങ്ങിത്തിരിച്ച ദൈവം നിന്നെ കണ്ടെത്തി എടുത്ത നാൾ മുതൽ ഈ കാലഘട്ടം വരെയുള്ള നിന്റെ വിശ്വാസ ജീവിതത്തെ നീ ഒന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ സ്തോത്രം. ഹല്ലേലൂയ. എവിടൊക്കെയോ ദൈവത്തിന് പ്രസാദകരമായി തീരേണ്ടതിന്, ദൈവത്തിന്റെ പദ്ധതികളിലേക്കായി തീരേണ്ടതാകുന്ന നീ സ്തോത്രം ഇപ്പോൾ ആയിരിക്കുന്ന സാഹചര്യത്തിനകത്തൊന്നും ഇന്ന് രാത്രിയിൽ ഒന്ന് പുറത്തു വന്ന് ദൈവത്തിന് പ്രസാദമുള്ള ഒരു യാഗമായി തീരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയുക. സ്തോത്രം. ഹല്ലേലൂയ. എവിടൊക്കെയോ സ്തോത്രം ഇറങ്ങിത്തിരിച്ച സ്തോത്ര കാലഘട്ടം മുതൽ ദൈവത്തിന്റെ സ്തോത്ര പദ്ധതികളിലേക്ക് നിനക്ക് പ്രവേശിക്കാൻ കഴിയാതെ, ദൈവത്തിന്റെ ഹല്ലേലൂയ കാഴ്ചപ്പാടുകൾക്കനുസരിച്ച് നിനക്ക് മുമ്പോട്ട് പോകുവാൻ കഴിയാതെ വണ്ണം നിന്റെ ജീവിതത്തിൽ എവിടൊക്കെയോ വന്നുപോയതായ ചില വീഴ്ചകളെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയാണ്. സ്തോത്രം. എന്നാൽ ഇന്ന് രാത്രിയിൽ ഒന്ന് മടങ്ങി വരുവാൻ തയ്യാറാണെങ്കിൽ, ഇന്ന് രാത്രികാലം ദൈവസന്നിധിയിലേക്ക് ഒന്ന് അടുത്തു വരുവാൻ തയ്യാറാണെങ്കിൽ ദൈവം നിന്റെ കരങ്ങളിലെടുത്ത് ഉപയോഗിക്കാൻ തുടങ്ങാൻ പോവുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. അപ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുകയാണ്. സ്തോത്രം. ഉപ്പ് കൊണ്ട് ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. സ്തോത്രം. ഉപ്പ് നമുക്കത് വളമായി ഉപയോഗിക്കാൻ കഴിയും. സ്തോത്രം. ഉപ്പ് വളമാക്കി. അതിനോട് ബന്ധപ്പെട്ടൊരു തിരുവചനം ഇങ്ങനെ വായിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 34-ാമത്തെ വാക്യം വായിക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുകയാണ്. ഉപ്പ് നല്ലത് തന്നെ, ഉപ്പ് കാരമില്ലാതെ പോയാൽ എന്തൊന്നുകൊണ്ട് അതിന് രസം വരുത്തും. സ്തോത്രം. അതിന് പറയുന്നു, പിന്നെ നിലത്തിനും വളത്തിനും കൊള്ളുന്നതല്ല, അതിനെ പുറത്ത് കളയും കേൾക്കുവാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. സ്തോത്രം. അപ്പോൾ ഉപ്പിനെ കുറിച്ച് പറയുകയാണ്, അത് സ്തോത്രം അത് നിലത്തിന് വളത്തിനും കൊള്ളുന്നതല്ലാതായി തീരും എന്ന് പറഞ്ഞാൽ, ഉപ്പിന്റെ രക്തം നഷ്ടപ്പെട്ടു പോയാൽ, ഉപ്പിന്റെ കാരം നഷ്ടപ്പെട്ടു പോയാൽ സ്തോത്രം അതുകൊണ്ട് പിന്നെ ഒരു പ്രയോജനമില്ല എന്ന് ദൈവത്തിന്റെ വചനം പറയും. എന്ന് പറഞ്ഞാൽ സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാവുകയാണ്. സ്തോത്രം. നാം ഓരോരുത്തരും
ഭൂമിയുടെ ഉപ്പാകുന്നു എന്ന് കർത്താവിന്റെ വചനം പറയുക. ആമേ സ്തോത്രം. അപ്പോൾ ഉപ്പിൽ അടങ്ങിയിരിക്കുന്ന കാരം അല്ലെങ്കിൽ അതിൽ അടങ്ങിയിരിക്കുന്ന രസം നമ്മളിൽ നിന്നും നഷ്ടപ്പെട്ടു പോയാൽ സ്തോത്രം നമ്മെ കൊണ്ട് പിന്നെ ഒരു പ്രയോജനം ഉണ്ടായി തീരത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ദൈവത്തിന് പദ്ധതിയുള്ള ചില വ്യക്തികൾ ഈ കൂട്ടായ്മയ്ക്കകത്ത് പങ്കെടുക്കുന്നുണ്ട്. ദൈവത്തിന് ഉദ്ദേശമുള്ള ചില വ്യക്തി ജീവിതങ്ങൾ ഇതിനകത്തുണ്ട്. എന്നാൽ ഇന്ന് രാത്രിയിൽ ദൈവം ആഗ്രഹിക്കത്തക്ക നിലവാരത്തിൽ നിനക്ക് എത്തിപ്പെടുവാൻ കഴിയാതെ, ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് നിനക്ക് മടങ്ങി വരുവാൻ കഴിയാതെ, അപ്പോൾ ഇപ്പോൾ ആയിരിക്കുന്ന അനുഭവത്തിനകത്തൊന്നും ഒന്ന് മടങ്ങി വരുവാൻ തയ്യാറാണെങ്കിൽ നഷ്ടപ്പെട്ടു പോയ നിന്റെ രക്തത്തെ, നഷ്ടപ്പെട്ടുപോയ നിന്റെ ഉപ്പിന്റെ അനുഭവത്തെ ഇന്ന് രാത്രികാലം മടക്കി തന്ന് ഒരു അഭിഷേകത്തെ നിറവിൽ നിന്നെ നടത്തുവാൻ സർവശക്തനായ ദൈവം ഇന്ന് രാത്രികാലം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുക. ഓ സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം അതിനായിട്ടൊന്ന് മടങ്ങി വരുവാൻ തയ്യാറാണെങ്കിൽ, അതിനുവേണ്ടി ഇന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാണെങ്കിൽ, ദൈവ പൈതലെ നിന്നെ ശക്തമായി ഉപയോഗിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന ശിംശോൻ സ്തോത്രം തന്റെ അഭിഷേകം നഷ്ടപ്പെടുവാനിടയായിട്ടുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആലോചനകൾക്ക്, ദൈവത്തിന്റെ പദ്ധതികൾക്ക് വിരോധമായി സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന ശിംശോന്റെ അഭിഷേകം നഷ്ടപ്പെട്ടു പോയപ്പോൾ സ്തോത്രം താൻ ഒരിക്കൽ ദൈവത്തോട് അറിയിക്കുക, കർത്താവേ, എന്നിൽ ഒരിക്കൽ കൂടി നിന്റെ ആത്മാവിനെ ഒന്ന് പകരണം. സ്തോത്രം. എന്നിലേക്ക് ദൈവത്തിന്റെ ഹല്ലേലൂയ പദ്ധതികളുണ്ട്, എന്നിൽ ദൈവത്തിന്റെ പ്ലാനുകളുണ്ട്, എന്നിൽ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളുണ്ട്. എന്നാൽ ആ വാഗ്ദത്തങ്ങൾ നഷ്ടപ്പെട്ടു പോയ അനുഭവത്തിനകത്ത് ഞാൻ ആയിരിക്കുമ്പോൾ എന്റെ കർത്താവേ, നിന്നിലേക്ക് ഞാനൊന്ന് മടങ്ങി വരികയാ, നിന്നിലേക്കൊന്ന് ഞാൻ അടുത്തു വരികയാ. എന്റെ ജീവിതത്തിനകത്ത് വന്നതായ ഈ വീഴ്ചകളെ ക്ഷമിച്ച് എന്റെ ദൈവത്തിന്റെ ആത്മാവിനെ ഒരിക്കൽ കൂടി എന്നിലേക്കൊന്ന് പകരണമേ എന്ന് ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന ശിംശോൻ പ്രാർത്ഥിച്ചപ്പോൾ തന്നിലേക്ക് അഭിഷേകം വന്നു നിറയപ്പെട്ടു. സ്തോത്രം. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി നിനക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാണെങ്കിൽ, ദൈവ വൈദ്യരെ, നിന്നിലുള്ള അഭിഷേകം നഷ്ടപ്പെട്ടു പോയെങ്കിൽ, നിന്നിലുള്ള കാഴ്ചപ്പാടുകൾ നഷ്ടപ്പെട്ടു പോയെങ്കിൽ, നിന്നിലുള്ള ദൈവം ആഗ്രഹിക്കുന്ന ഉപ്പിന്റെ രസത്തെ, കാരത്തെ നഷ്ടപ്പെട്ടു പോയെങ്കിൽ, ഇന്ന് രാത്രി നീ മടങ്ങി വരുവാൻ തയ്യാറാണെങ്കിൽ, ശിംശോനെ ഉപയോഗിച്ചതുപോലെ, ശിംശോനെ ദൈവം ശക്തമായി കരങ്ങളിൽ എടുത്തതുപോലെ ഇന്ന് രാത്രി നിന്നെ ഉപയോഗിക്കുവാൻ കർത്താവ് ഇന്ന് രാത്രി കാലം ദൈവത്തിന് പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. നമുക്ക് മുമ്പിൽ കേൾക്കുവാനിടയായിട്ടുണ്ട് ഏദനിൽ വന്നതായ വീഴ്ച. സ്തോത്രം. ഏദനിൽ വന്നതായ വീഴ്ച നിമിത്തം സ്തോത്രം മനുഷ്യരിൽ ദൈവം ആഗ്രഹിക്കുന്നതായ നിങ്ങൾ ഭൂമിയുടെ സ്തോത്രം ഉപ്പാകുന്നു എന്ന് ദൈവത്തിന്റെ വചനം പറയുക. യേശു പറയുന്നു, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. സ്തോത്രം. എന്ന് പറഞ്ഞാൽ നിങ്ങളെ കുറിച്ച് ഭൂമിയിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. സ്തോത്രം. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്ന പദ്ധതി പ്രകാരം ദൈവത്തിന്റെ പൈതനെ ഭൂമിയിൽ ആദമിനെ ഹവ്വയിൽ ദൈവം സൃഷ്ടിച്ചാക്കിയപ്പോൾ അവരിലുള്ള ഉപ്പിന്റെ രസത്തെ നഷ്ടപ്പെടുത്തി കളയുവാൻ നോക്കിയ ശത്രുവിന്റെ പദ്ധതിക്കകത്ത് അവർ വീണു പോകുവാനിടയായിത്തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ദൈവ പൈതലെ, ഈ വചനം കേൾക്കുന്ന നിന്നോട് പരിശുദ്ധാത്മാവ് പറയുകയാണ്, എവിടൊക്കെയോ നഷ്ടപ്പെട്ടു പോയ അനുഭവത്തിനകത്ത്, എവിടൊക്കെയോ നിന്റെ അഭിഷേകം നഷ്ടപ്പെട്ടു പോയെടുത്ത്, എവിടൊക്കെയോ ദൈവമായിട്ടുള്ള വിശ്വസ്തത നഷ്ടപ്പെട്ടു പോയെടുത്ത് ഇന്ന് രാത്രികാലം ഒന്ന് മടങ്ങി വരുവാൻ തയ്യാറാണെങ്കിൽ ദൈവം നമ്മളെ ശക്തമായി ഉപയോഗിക്കുവാൻ തയ്യാറാണ്. സ്തോത്രം. ഹല്ലേലൂയ. പഴയ നിയമ പുസ്തകത്തിൽ നമുക്കിവിടെ കാണാൻ വേണ്ടി ലേവ്യ പുസ്തകം സ്തോത്രം അതിന്റെ 2-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നു. 13-ാമത്തെ വാക്യം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നു, നിന്റെ ഭോജനയാഗത്തിന് സ്തോത്രം ഒക്കെയും ഉപ്പ് ചേർക്കണം. സ്തോത്രം. ലേവ്യ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം വായിക്കുന്നു, നിന്റെ ഭോജനയാഗത്തിനൊക്കെയും ഉപ്പ് ചേർക്കണം. നിന്റെ ദൈവത്തിന്റെ നിയമത്തിൽ ഉപ്പ് ഭോജനയാഗത്തിന് ഇല്ലാതെ ആയിരിക്കരുത്, എല്ലാ വഴിപാടിനും ഉപ്പ് ചേർക്കണം. സ്തോത്രം. ആമേൻ. ദൈവത്തിന്റെ വചനം പറയുന്നു, സ്തോത്രം, നിന്റെ സകല വഴിപാടുകളിലും, നിന്റെ സകല ഭോജനയാഗങ്ങളിലും സ്തോത്രം, നിന്റെ ദൈവമായിരിക്കുന്ന യഹോവയ്ക്ക് കഴിക്കുന്ന സകല യാഗത്തിലും ഉപ്പ് ചേർക്കണമെന്ന് ദൈവത്തിന്റെ തിരുവചനം പറയാം. അപ്പോൾ സ്തോത്രം. ഹല്ലേലൂയ. ദൈവ പൈതലിനോട് ബന്ധപ്പെട്ട്, ദൈവവചനത്തോട് ബന്ധപ്പെട്ട് ഉപ്പിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഉപ്പിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. ദൈവത്തിന്റെ വചനം ലേവ്യ പുസ്തകത്തിൽ പറയുന്നു, നിന്റെ ഭോജനയാഗത്തിനൊക്കെയും എന്ത് ചേർക്കണമെന്ന ഉപ്പ് ചേർക്കണം. രണ്ടാമത് പറയുന്നു, സ്തോത്രം, നിന്റെ ദൈവത്തിന്റെ നിയമത്തിൽ ഉപ്പ് ഭോജനയാഗത്തിന് ഇല്ലാതെയായിരിക്കും. എന്ന് പറഞ്ഞാൽ സ്തോത്രം, ദൈവം സ്തോത്രം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരളവുണ്ട്. സ്തോത്രം. ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത് സ്തോത്രം, നീ ഭൂമിയുടെ ഉപ്പാണ്. സ്തോത്രം. ഉപ്പ് സ്തോത്രം സകല
സകലത്തിനും രുചി വരുത്തുന്നുവെങ്കിൽ, സകലത്തിനെയും സ്തോത്രം കേടുകൂടാതെ സൂക്ഷിക്കുന്നത് പുരാതന കാലഘട്ടങ്ങളിൽ സ്തോത്രം മാംസങ്ങളൊക്കെയും സ്തോത്രം ഉപ്പിനകത്താണ് സ്തോത്രം സൂക്ഷിക്കുവാനിടയായിട്ടുണ്ട്. ഉപ്പ് കൊണ്ട് അതിനെ സൂക്ഷിക്കുവാനിടയായി എന്ന് പറഞ്ഞാൽ അത് കേടുവരാതെ, അത് അഴുകി പോകാതെ, അത് നശിച്ചു പോകാതെ സ്തോത്രം ഹല്ലേലൂയ അതിനൊരു സംരക്ഷണം കൊടുക്കുന്നതാണ് ഉപ്പിനെ പുരാതന കാലഘട്ടങ്ങളിൽ ഉപയോഗിക്കുവാനിടയായിത്തീരുന്നത്. സ്തോത്രം ആമേൻ. ഇന്ന് രാത്രിയിൽ സ്തോത്രം ഇവിടെ ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നു, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. അപ്പോൾ ഇവിടെ പറഞ്ഞു, നിങ്ങളുടെ സകല ഭോജനയാഗത്തിലും സ്തോത്രം ഉപ്പ് ചേർക്കണം. നിങ്ങളുടെ ദൈവമായിരിക്കുന്ന യഹോവയുടെ ഭോജനയാഗത്തിലുള്ള സകല സ്തോത്രം പല നിയമത്തിൽ ഉപ്പ് അത് സ്തോത്രം ഇല്ലാതെയായിരിക്കരുതെന്ന് ദൈവത്തിന്റെ തിരുവചനം പറയുകയാണ്. സ്തോത്രം. അപ്പോൾ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് സ്തോത്രം നാം കഴിക്കുന്ന സകല പ്രാർത്ഥനയിലും, നാം കഴിക്കുന്ന സകല സ്തോത്രം ഹല്ലേലൂയ സ്തോത്രങ്ങളിലും സ്തുതികളിലുമൊക്കെയും ദൈവത്തിന്റെ വചനം അല്ലെങ്കിൽ ദൈവത്തിന്റെ ആഗ്രഹിക്കുന്ന ഉപ്പാകുന്ന സൗരഭ്യ വാസന നമ്മളിൽ ഉണ്ടാകണമെന്നുള്ളതാണ് ദൈവത്തിന്റെ പദ്ധതി. ഒരു തിരുവചനം കൂടെ വായിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. കൊലോസ്യർക്കെതിരെ ലേഖനം സ്തോത്രം അതിന്റെ കൊലോസ്യർക്ക് ലേഖനം 4-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. സ്തോത്രം. കൊലോസ്യർ 4:6 ഇങ്ങനെ വായിക്കുന്നു, ഓരോരുത്തരോട് നിങ്ങൾ ഈ എങ്ങനെ ഉത്തരം പറയണമെന്ന് അറിയേണ്ടതിന് നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോടുകൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതും ആയിരിക്കട്ടെ. സ്തോത്രം. ആമേൻ. ഇവിടെ പറഞ്ഞു, നിങ്ങളുടെ വാക്ക് എപ്പോഴും സ്തോത്രം എങ്ങനെയാ? കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതും തക്കതായി തീരണം. സ്തോത്രം. അപ്പോൾ പറഞ്ഞു, പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറയുകയാണ്, സ്തോത്രം നമ്മളുടെ വാക്ക് എപ്പോഴും കൃപയോട് കൂടെ ഉള്ളതായിരിക്കണം. സ്തോത്രം. നാം സംസാരിക്കുന്നത് എപ്പോഴും കൃപയാലായിരിക്കണം. രണ്ടാമത് പറയുന്നു, സ്തോത്രം ഉപ്പിനാൽ രുചി വരുത്തിയതും ആയിരിക്കണം. സ്തോത്രം. പ്രൈസലോ. അപ്പോൾ ഉപ്പ് എന്ന് നാം പറഞ്ഞു സകലത്തെ ശുദ്ധീകരിക്കുന്നതാണ്. സ്തോത്രം. ഉപ്പ് നമ്മളില്ല എങ്കിൽ, ഉപ്പിന്റെ രസം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയെങ്കിൽ, സ്തോത്രം നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾക്ക് പോലും അരുചി ഉണ്ടാകുവാനിടയായി. സ്തോത്രം. ഉപ്പിന്റെ രസം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാൽ, ഉപ്പിന്റെ കാരം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാൽ, സ്തോത്രം നമ്മുടെ നാവിൽ നിന്ന് വരുന്നത് അശുദ്ധമായ വാക്കുകളായിരിക്കും. മറ്റൊരുവനെ മുറിപ്പെടുത്തുന്നതായിരിക്കും, മറ്റൊരുവന് വേദന ഉണ്ടാക്കുന്നതായിരിക്കും. എന്നാൽ സ്തോത്രം ഹല്ലേലൂയ നമ്മുടെ നാവിൽ നിന്ന് വരുന്ന വാക്കുകൾ, നമ്മുടെ വാക്കുകൾ കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതും ആയി തീരുകയാണെങ്കിൽ, സ്തോത്രം ഹല്ലേലൂയ നമ്മുടെ നാവിൽ നിന്ന് വരുന്ന വാക്കുകൾ നിമിത്തം ഒരുവന് ആശ്വാസം പകരപ്പെടുവാനിടയിൽ തീരും. സ്തോത്രം മുറിവ് സ്തോത്രം ഹല്ലേലൂയ മുറിവോട് കൂടിയിരിക്കുന്ന ഒരുവന്റെ ഹൃദയത്തെ നമ്മുടെ നാവിനാൽ വരുന്ന കൃപയോട് കൂടിയുള്ള വാക്കുകൾ നിമിത്തം അവന്റെ മുറിവുകൾ കെട്ടി ഉണക്കപ്പെടുവാനിടയായി തീരും. സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ആശ്വാസം വച്ചിരിക്കുന്ന ഒരുവന്റെ ജീവിതത്തിനകത്ത് ഉപ്പിനോട് കൂടിയ രുചിപ്പെടുത്തതായ കൃപയോടുകൂടിയ വാക്കുകളാൽ നാം സംസാരിക്കുമ്പോൾ അവന്റെ ജീവിതത്തിനകത്ത് രൂപാന്തരം വരുവാനിടയായി തീരും. സ്തോത്രം ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ചില വ്യക്തികളോടൊക്കെ ദൂതിങ്ങനെ പറയുകയാണ്, നിങ്ങളുടെ വാക്കുകൾ കൃപയാൽ ആയിത്തീരണം. കൃപയാലായിത്തീരണം. നിങ്ങളുടെ നാവിനകത്തെ രുചിയുടെ അനുഭവമായിരിക്കുന്ന ഉപ്പിന്റെ കാരം നഷ്ടപ്പെട്ടു പോയെങ്കിൽ, നിന്നിൽ നിന്ന് ഉപ്പിന്റെ അനുഭവം നിന്റെ ജീവിതത്തിനകത്ത് നഷ്ടപ്പെട്ടു പോയെങ്കിൽ, ഇന്ന് രാത്രി ഒന്നും മടങ്ങി വന്നാട്ടെ. സ്തോത്ര ഹല്ലേലൂയ നിന്നിലൂടെ നഷ്ടപ്പെട്ടു പോയതായ ഉപ്പാകുന്ന കാരം നഷ്ടപ്പെട്ടു പോയ അനുഭവത്തിനകത്ത് നീ ആയിരുന്നപ്പോൾ പലർക്കും നിന്നിൽ നിന്നും ഉണ്ടായ മുറിവുകൾ ഇന്ന് രാത്രി നിന്റെ ഉപ്പിന്റെ രസമാകുന്ന അനുഭവം ഒന്ന് മടക്കിയെടുക്കുകയാണെങ്കിൽ, ആ അഭിഷേകം ഒന്ന് മടക്കിയെടുക്കുകയാണെങ്കിൽ, നീയാൽ മുറിവേറ്റപ്പെട്ടതായ ചില വ്യക്തികളുടെ മുറിവുകൾ ഉണക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. സ്തോത്രം ഹല്ലേലൂയ. സ്തോത്രം. നമുക്ക് ശമരിയക്കാരനായിരിക്കുന്ന വ്യക്തിയെ കുറിച്ച് നമ്മൾ സ്തോത്രം ഭൂമിയിൽ നമ്മൾ പഠിക്കുവാനിടയായിട്ടുണ്ട്. സ്തോത്രം. ആ ശമരിയക്കാരനായിരിക്കുന്ന വ്യക്തി സ്തോത്രം ഹല്ലേലൂയ അവിടെ വഴിവക്കത്ത് കിടന്നതായിരിക്കുന്ന ആ വ്യക്തിയെ സ്തോത്രം തന്റെ മുറിവുകളെ കെട്ടി ഉണക്കുവാനിടയായിട്ടുണ്ട്. സ്തോത്രം. നോക്കണമേ, അദ്ദേഹത്തിന്റെ ശുശ്രൂഷ നോക്കണം. അവിടെ ദേവൻ കടന്നുപോയി, പുരോഹിതൻ കടന്നുപോയി. സ്തോത്രം. എന്നാൽ നമുക്കവിടെ കാണാൻ കഴിയുക, അവരിലൊന്നുമില്ലാത്തൊരു പ്രത്യേകത ഈ ശമരിയക്കാരനിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ, സ്തോത്ര ഹല്ലേലൂയ അവനിൽ ഉണ്ടായിരിക്കുന്ന പ്രത്യേകത എന്ന് പറയുന്നത്, സ്തോത്ര ഹല്ലേലൂയ അവൻ ഈ ഭൂമിയുടെ ഉപ്പായിരുന്നു. സ്തോത്രം. സകല വിശേഷതകളും അവനിൽ ഉണ്ടായിരുന്നു. സ്തോത്രം. അവിടെ നമുക്ക് കാണാൻ കഴിയുന്നു,
മുറിവേറ്റ് കിടന്നതായ കള്ളന്മാരെന്നാൽ സ്തോത്രം ഉപദ്രവമേറ്റ് കിടന്നതായിരിക്കുന്ന ഈ വ്യക്തിയെ സ്തോത്ര ഹല്ലേലൂയ ഈ ശമരിക്കാരനായിരിക്കുന്ന വ്യക്തി കടന്നു എന്ന് അവന്റെ മുറിവുകളെ കെട്ടി ഉണക്കി അവനെ വിടിവിച്ച് സ്തോത്രം അവൻ സൗഖ്യമുള്ളവനാക്കി അവനെ പുറത്തു കൊണ്ടുവന്നെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവിനാൽ എന്റെ വചനം കേൾക്കുന്ന ദൈവ പൈതൽ എന്നോടായി പറയുകയാണ് സ്തോത്രം നിന്നിലുള്ള ചില കുറവുകളുണ്ട്, നിന്നിലുള്ള ചില ബലഹീനതകളുണ്ട്. സ്തോത്രം ഇന്ന് രാത്രിയിൽ ഉപ്പിനാൽ രുചി വരുത്തത്തക്ക നിലവാരത്തിലുള്ള ഒരു അനുഭവത്തിലേക്ക് നഷ്ടപ്പെട്ടു പോയ അനുഭവത്തിലേക്ക് ഇന്ന് രാത്രി നിന്ന് മടങ്ങി വരുവാൻ തയ്യാറാണെങ്കിൽ സ്തോത്രം ചിലരുടെ മുറിവുകളെ കെട്ടി ഉണക്കുവാൻ, ചിലരെ സൗഖ്യത്തോട് പുറത്തു കൊണ്ടുവരുവാൻ ഇന്ന് രാത്രികാലം ദൈവത്തിന് പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ വചനം ഇന്ന് രാത്രി നമ്മെ ശക്തീകരിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തിന്റെ വചനം ഇന്ന് രാത്രി നമ്മളോട് ഇടപെട്ടുകൊണ്ടിരിക്കുക. സ്തോത്രം ഇന്ന് രാത്രി വചനം കേൾക്കുന്ന ആരോടൊക്കെ പരിശുദ്ധാത്മാവ് പറയുക നീ നിമിത്തം മുറിവേറ്റ ചില വ്യക്തികളുണ്ട്. സ്തോത്രം നിന്റെ ചില വാക്കുകൾ കൊണ്ടായിരിക്കാം, നിന്റെ ചില സ്തോത്രം നോട്ടങ്ങൾ കൊണ്ടായിരിക്കാം, നിന്റെ ചില ചിന്തകൾ കൊണ്ടായിരിക്കാം ഇന്ന് രാത്രി ചിലർക്കൊക്കെ മുറിവേറ്റുവെങ്കിൽ ഇന്ന് രാത്രി ഹല്ലേലൂയ നിന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതാ ഉപ്പാകുന്ന നിന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ആ കാരത്തിന്റെ അനുഭവം ഇന്ന് രാത്രി മടക്കിയെടുക്കുകയാണെങ്കിൽ നിന്നിലൂടെ മുറിവേറ്റ ചില വ്യക്തികളെ ഇന്ന് രാത്രി നിന്നിലൂടെ തന്നെ സുഖമാക്കുക ദൈവത്തിന് പദ്ധതിയുണ്ട്. സ്തോത്രം ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം 2 രാജാക്കന്മാരുടെ പുസ്തകം അതിന്റെ 2:21 വായിക്കുമ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുകയാണ്. സ്തോത്രം പ്രൈസലോ. 2 രാജാക്കന്മാരുടെ പുസ്തകം അതിന്റെ 2:21 നമുക്കിങ്ങനെ വായിക്കാൻ കഴിയുന്നു. അവിടെ പറയുന്നു അവൻ നീരുറവന്റെ അടുക്കൽ ചെന്ന് അതിൽ ഉപ്പിട്ടു. സ്തോത്രം. എന്നിട്ട് പറഞ്ഞു ഞാൻ ഈ വെള്ളം സാധ്യമാക്കിയിരിക്കുന്നു, ഇനി ഇതിനാൽ മരണവും ഗർഭനാശവും ഉണ്ടാക്കിയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. സ്തോത്രം. നമുക്കിവിടെ കാണാൻ കഴിയുന്ന കാര്യങ്ങളാണ്. സ്തോത്രം എലീശ പ്രവാചകന്റെ അടുക്കലേക്ക് സ്തോത്രം ആ പട്ടണ നിവാസികൾ അടുത്തു ചെല്ലുകയാണ്. എന്നിട്ട് പറയുകയാണ് സ്തോത്രം ഈ പട്ടണക്കാർ അവരോട് പറയാണ് ഈ പട്ടണത്തിന്റെ ഇരിപ്പ് വളരെ മനോഹരമാണ്. സ്തോത്രം. ഈ പട്ടണത്തിന്റെ ഇരിപ്പ് വളരെ മനോഹരമാണ്. സ്തോത്രം. എന്നാൽ അവിടെ പറഞ്ഞു ഇതിന്റെ വെള്ളം വളരെ ചീത്തയും ദേശം ഗർഭനാശവുമാണ്. സ്തോത്രം. അവിടുത്തെ ആ പട്ടണം വളരെ മനോഹരമാണ്, അതിന്റെ ഇരിപ്പ് നോക്കുമ്പോൾ വളരെ സുന്ദരമാണ്. സ്തോത്രം. എന്നാൽ അവിടെ കാണുന്നു ആ ദേശത്തെ വെള്ളം വളരെ ചീത്തയാണ്. സ്തോത്രം. അത് ഗർഭനാശം ഉണ്ടാക്കുന്നതാണ്. എന്നാൽ എലീശ പ്രവാചകൻ അവരോട് പറയുകയാണ് നിങ്ങൾ നീരുറവന്റെ അടുക്കിലേക്ക് ചെന്നിട്ട് പറയുകയാണ് സ്തോത്രം ഒരു പുതിയ തളിക കൊണ്ടുവരാൻ പറഞ്ഞു. സ്തോത്രം. എന്നിട്ട് പറഞ്ഞു അതിലേക്ക് ഞാൻ ഈ വെള്ളം തളികക്കകത്തേക്ക് ഉപ്പിട്ട് ഈ വെള്ളത്തെ ശുദ്ധമാക്കുവാൻ ഇടയായി തീർന്നു. സ്തോത്രം. നമുക്കവിടെ കാണാൻ കഴിയുന്നു ഈ ഉപ്പ് കൊണ്ട് സ്തോത്രം ചിലതിനെ ഗർഭനാശവും മരണകരമായിരിക്കുന്ന അനുഭവമുള്ള ആ പട്ടണത്തിലെ വെള്ളത്തെ എലീശ പ്രവാചകൻ ഉപ്പിട്ട് അതിനെ ശുദ്ധീകരിക്കുവാനിടയായി തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഉപ്പിട്ട് സ്തോത്രം ആ വെള്ളത്തെ ശുദ്ധീകരിക്കുവാനിടയായി തീർന്നു. അപ്പോൾ നോക്കണമേ, ഉപ്പ് കൊണ്ട് ഒരു ശുദ്ധീകരണം അവിടെ നടക്കുകയാണ്. ഉപ്പ് കൊണ്ട് അവിടെ ഒരു മാറ്റം സംഭവിക്കുക. അതുവരെ ആ പട്ടണത്തിന്റെ അനുഭവം എന്ന് പറയുന്നത് പുറമേ നോക്കുമ്പോൾ അത് മനോഹരമാണ്. എന്നാൽ അതിന്റെ ഉള്ളറകളിൽ അടങ്ങിയിരുന്നതായ ഗർഭനാശത്തെയും മരണത്തെയും സ്തോത്രം ഹല്ലേലൂയ മാറ്റുവാൻ, അതിനെ കണ്ടെത്തുവാൻ, അതിനെ ഹല്ലേലൂയ ഉന്മൂലനാശം ചെയ്യുവാൻ കഴിയാതെ വണ്ണം പട്ടണ നിവാസികൾ ഭാരപ്പെട്ടപ്പോൾ ദൈവത്തിന്റെ അഭിഷക്തനായിരിക്കുന്ന സ്തോത്രം ഹല്ലേലൂയ എലീശ പ്രവാചകൻ ആ പട്ടണത്തിൽ കടന്നു ചെല്ലുമ്പോൾ പട്ടണ നിവാസികളുടെ ആവശ്യപ്രകാരം താൻ ആ പട്ടണത്തിനകത്തൊരു ശുദ്ധീകരണം കൊണ്ടുവരികയാണ്. സ്തോത്രം ഹല്ലേലൂയ. എവിടൊക്കെയോ ആ പട്ടണത്തിന് നഷ്ടപ്പെട്ടു പോയതായ, എവിടൊക്കെയോ ആ പട്ടണത്തിന് ഇല്ലാതെ പോയതായ ചില സന്തോഷത്തിന്റെ അനുഭവത്തിലേക്ക് ആ പട്ടണത്തെ ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന എലീശ പ്രവാചകൻ മടക്കിക്കൊണ്ടുവരികയാണ്. യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുകയാണ്. സ്തോത്രം. ഇന്ന് രാത്രിയിൽ ഉപ്പ് നമ്മൾ ഈ ലോകത്തിന്റെ ഉപ്പാകുന്നു. യേശു പറയാം നിങ്ങൾ ഈ ലോകത്തിന്റെ ഉപ്പാകുന്നു. നമ്മൾ ഈ ലോകത്തിന്റെ ഉപ്പായി തീരുമ്പോൾ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുകയാണ് നമ്മളിലൂടെ നടക്കപ്പെടേണ്ട ചില വിടുതലുകൾ, നമ്മളിലൂടെ വെളിപ്പെടേണ്ടതാകുന്ന ചില ആശ്വാസങ്ങൾ, നമ്മളിലൂടെ പ്രാപിക്കേണ്ടതായ ചില പട്ടണത്തിന്റെ വിടുതലുകൾ ഇന്ന് രാത്രി നീ നിമിത്തം തടസ്സപ്പെടുന്നുവെങ്കിൽ സ്തോത്രം ഹല്ലേലൂയ എലീശ പ്രവാചകൻ ആ പട്ടണത്തിനകത്ത് കടന്നിയെന്ന് ഉപ്പിട്ട് തളികമേൽ ഉപ്പിട്ട് പ്രാർത്ഥിച്ചപ്പോൾ ആ പട്ടണത്തിനകത്ത് ഗർഭനാശവും മരണവും
നീങ്ങിപ്പോയെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിന് നമ്മളിലൂടെ ചില അത്ഭുതങ്ങൾ ചെയ്യുവാനുണ്ട്. പഴയ കാലഘട്ടങ്ങളിൽ ഹല്ലേലൂയ ഉപ്പ് കൊണ്ട് അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തുവെങ്കിൽ ഇന്ന് രാത്രി കാലം ദൈവത്തിന്റെ വചനം പറയുന്നത്, യേശു പറയാണ്, നിങ്ങൾ ലോകത്തിന്റെ ഉപ്പാകുന്നു, നിങ്ങൾ ലോകത്തിന്റെ ഉപ്പാകുന്നു. അങ്ങനെയെങ്കിൽ ആ ഉപ്പിലൂടെ പഴയ നിയമ കാലഘട്ടത്തിൽ ഒരു പ്രവൃത്തി പോലെ ദൈവം അങ്ങനെ ഒരു അത്ഭുതം ചെയ്തുവെങ്കിൽ നീയാകുന്ന ഉപ്പിലൂടെ ഈ ലോകത്തിന്റെ അകത്ത് ചില മാറ്റങ്ങൾ സംഭവിക്കുവാനുണ്ട്. നീയാകുന്ന ലോകത്തിലൂടെ നീയാകുന്ന ഉപ്പിലൂടെ ഈ ലോകത്തിനകത്ത് ചില വ്യതിയാനങ്ങൾ വരുവാനുണ്ട്. ഇന്ന് രാത്രി യേശു പറയുകയാണ്, നിങ്ങൾ ലോകത്തിന്റെ ഉപ്പാണ്, നിങ്ങൾ ലോകത്തിന്റെ ഉപ്പാണ്, നിങ്ങൾ ലോകത്തിന്റെ ഉപ്പാകുന്ന നിങ്ങൾ. അതെ, നിങ്ങളിൽ നഷ്ടപ്പെട്ടു പോയ, നിങ്ങൾ ഉപ്പിന്റെ രസം നഷ്ടപ്പെട്ടു പോയ ഈ ലോകത്തിന്റെ രക്ഷ വരത്തില്ല. ഹല്ലേലൂയ. യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുന്നു. ഈ ലോകത്തിൽ സ്തോത്രം, നിങ്ങൾ ഉപ്പായിരിക്കുമ്പോൾ നിങ്ങളുടെ ഉപ്പിന്റെ രസം നഷ്ടപ്പെട്ടു പോയാൽ സ്തോത്രം, വിടിപ്പിക്കപ്പെടേണ്ട അനേകരുണ്ട്, രക്ഷ പ്രാപിക്കേണ്ട അനേകരുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. നീ ലോകത്തിന്റെ ഉപ്പായിരിക്കുമ്പോൾ നിന്നിലുള്ള ഉപ്പിന്റെ രസത്തെ നീ പകർന്ന് അനേകർക്ക് നീ ഒരു രുചി ഭേദകമായി തീരേണ്ടത് ആവശ്യമാണ്. സ്തോത്രം, ഹല്ലേലൂയ. പഴയ നിയമ കാലഘട്ടത്തിൽ നാം പഠിച്ചപ്പോൾ കാണുവാൻ കഴിയുന്ന ആ ദേശത്തെ ഗർഭനാശത്തെയും മരണത്തെയും ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന എലീശ പ്രവാചകനിലൂടെ ഉപ്പിനാൽ സ്തോത്രം അവിടെ ഹല്ലേലൂയ ഒരു ചേഞ്ച് വരുത്തിയെങ്കിൽ, ഉപ്പിനാൽ ഒരു മാറ്റം വരുത്തിയെങ്കിൽ ഇന്ന് രാത്രികാലം ലോകത്തിന്റെ ഉപ്പായിരിക്കുന്ന ഞാനും നീയും സ്തോത്രം ഹല്ലേലൂയ ചില മാറ്റങ്ങൾ വരുത്തുവാൻ, ചില പട്ടണങ്ങൾക്ക് മാറ്റം വരുത്തുവാൻ, ചില വ്യക്തികൾക്ക് സ്തോത്രം ഹല്ലേലൂയ രൂപാന്തരം വരുത്തുവാൻ, ചില കുടുംബങ്ങൾക്ക് ഹല്ലേലൂയ വിടുതൽ നൽകി തരുവാൻ തക്കവണ്ണം ഇന്ന് രാത്രി ഒരു ഉപ്പായി എലീശ പ്രവാചകൻ സ്തോത്രം അവിടെ ഉപയോഗിക്കപ്പെട്ടതുപോലെ സർവശക്തനായിരിക്കുന്ന കർത്താവ് നമ്മെ ഓരോരുത്തരെയും കണ്ടെത്തിയിരിക്കുക. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് രാത്രി അതിനായിട്ടൊന്ന് മടങ്ങി വരുവാൻ തയ്യാറാണ്. ഇന്ന് രാത്രി അതിനുവേണ്ടി ഒന്ന് ഒരുക്കപ്പെടുവാൻ തയ്യാറാണോ? സ്തോത്രം, ഇന്ന് രാത്രി കാലം അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാണെങ്കിൽ സർവ്വകൃപാലുവായിരിക്കുന്ന ദൈവം നമ്മെ ഉപയോഗിക്കുവാൻ ശക്തനാണ്. സ്തോത്രം, ഹല്ലേലൂയ. നമുക്കൊരു തിരുവചനം വായിക്കാം. സ്തോത്രം, എബ്രായർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം, അതിന്റെ സ്തോത്രം, എബ്രായർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം, സ്തോത്രം, അതിന്റെ 4 മുതൽ വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിന്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവൻ പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോക അപവാദം വരുത്തുന്നവരും ആകൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല. സ്തോത്രം, ഹല്ലേലൂയ. ഇവിടെ പറയുന്നു, ഒരു പിന്മാറ്റത്തിലേക്ക് അല്ലെങ്കിൽ സ്തോത്രം ഹല്ലേലൂയ ദൈവത്തെ ഒരിക്കൽ സ്വർഗീയദാനം ലഭിക്കപ്പെട്ടതായ, ഒരിക്കൽ സ്വർഗീയ അനുഭവം ലഭിക്കപ്പെട്ടതായ നാം ഓരോരുത്തരും സ്തോത്രം ഹല്ലേലൂയ പിന്മാറ്റത്തിന്റെ അനുഭവത്തിലേക്ക് നാം മടങ്ങിപ്പോയാൽ സ്തോത്രം ഹല്ലേലൂയ നമുക്ക് ഇനി ഒരിക്കലും ആ ദൈവിക സ്തോത്രം മാനസാന്തരത്തിലേക്ക് കുടുങ്ങി വരുവാൻ, ദൈവിക മാനസാന്തരത്തിലേക്ക് മടങ്ങി വരുവാൻ നമുക്ക് കഴിയത്തില്ല എന്ന് ദൈവത്തിന്റെ വചനം ഇവിടെ ശക്തമായി വിളിച്ചു പറയുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ. അപ്പോൾ ഒരിക്കൽ ദൈവത്തിന്റെ വചനം പറയുന്നു, നാം സ്വർഗീയദാനം പ്രാപിച്ചവരാണ്. ഒരിക്കൽ നാം സ്വർഗീയമാകുന്ന അനുഭവത്തിൽ മടങ്ങി കടന്നു വന്നവരാ. എന്നാൽ സ്തോത്രം അത് നമ്മളിൽ നിന്നും നഷ്ടപ്പെട്ടു പോയെങ്കിൽ, അത് നമ്മളിൽ നിന്നും സ്തോത്രം ഇല്ലാതെ പോയെങ്കിൽ ഇന്ന് രാത്രികാലം അതിനെ ഒന്ന് മടക്കിക്കൊണ്ടിരുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് പറയുകയാണ്. സ്തോത്രം എന്ന് പറഞ്ഞാൽ നാം ഭൂമിയുടെ ഉപ്പാകുന്നുവെന്ന് ദൈവത്തിന്റെ വചനം പറയും. സ്തോത്രം, ഹല്ലേലൂയ. നാം ഭൂമിയുടെ ഉപ്പാകുന്നു. സ്തോത്രം, ഉപ്പായി നിന്നെ ഭൂമിയുടെ സ്വാദിനായി, ഭൂമിയുടെ അനുഗ്രഹത്തിനായി നമ്മെ ദൈവം സൃഷ്ടിച്ചാക്കിയപ്പോൾ, ദൈവം നമ്മെ സ്തോത്രം ഹല്ലേലൂയ കണ്ടെത്തിയപ്പോൾ നമ്മളിൽ നഷ്ടപ്പെട്ടു പോയ ഉപ്പിന്റെ കാരത്തിന്റെ രസം ഇന്ന് രാത്രി നിന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയെങ്കിൽ ദൈവത്തിന്റെ വചനം പറയാ സ്തോത്രം ഹല്ലേലൂയ ഒരിക്കൽ നീ ആ സ്വർഗീയ ദാനം അനുഭവിച്ചിട്ട്, ഒരിക്കൽ ആ സ്വർഗീയ അനുഗ്രഹം സ്ഥാപിച്ചിട്ട് അത് നിന്റെ ജീവിതത്തിനകത്ത് നഷ്ടപ്പെട്ടു പോയെങ്കിൽ ഒന്ന് മടങ്ങി വരുവാൻ പരിശുദ്ധാത്മാവനാൽ ഇന്ന് രാത്രി ഓരോരുത്തരോടും ദൂത് പറയുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ അതിനു വേണ്ടി ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? അതിന്റെ തൊട്ട് വായിക്കുന്നു, പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ടും ഭൂമി കൃഷി ചെയ്യുന്നവർക്ക് ഹിതമായ സസ്യാദികളെ വിളയിക്കുന്നില്ല. സ്തോത്രം എന്ന് പറയുന്നു. സ്തോത്രം, ഒരുപാട് മഴ അല്ലെങ്കിൽ പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ടും സ്തോത്രം ഭൂമിയില് സ്തോത്രം കൃഷിക്കാരാഗ്രഹിക്കുന്നതായ ഫലം അല്ലെങ്കിൽ കൃഷിക്കാരാഗ്രഹിക്കുന്നതായ വിളവ് സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം സസ്യാദികളിൽ നിന്നും പുറപ്പെടുന്നില്ല എങ്കിൽ
ആമേൻ സ്തോത്രം, ദൈവത്തിന്റെ അനുഗ്രഹം നമുക്ക് എങ്ങനെ പ്രാപിക്കുവാൻ കഴിയും? സ്തോത്രം, ഹല്ലേലൂയ. സ്തോത്രം. ഇവിടെ പറയുന്നു, പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ടും ഭൂമി കൃഷി ചെയ്യുന്നവർക്ക് ഹിതമായ സസ്യാദികളെ വിളയിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ, സ്തോത്രം, ഹല്ലേലൂയ, ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു ഫലമുണ്ട്. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നതായ ഒരു അളവുണ്ട്. സ്തോത്രം, അതിലേക്ക് നിനക്ക് എത്തിപ്പെടുവാൻ കഴിയുന്നില്ല എങ്കിൽ, അതിലേക്ക് നിനക്ക് സ്തോത്രം, പലപ്പോഴും ദൈവത്തിന്റെ വചനം കേട്ടിട്ടും പലപ്പോഴും ദൈവത്തിന്റെ ആലോചനകൾ നിന്റെ കാതുകളിലേക്ക് മുഴങ്ങി കേട്ടിട്ടും മടങ്ങി വരാതെ ദൈവത്തിന്റെ പ്രവൃത്തികളെ നിന്നിൽ നിന്നും ഹല്ലേലൂയ നീ എന്നേക്കുമായി ത്യജിച്ചു കളഞ്ഞ് ദൈവത്തിൽ നകന്നു പോകുമ്പോൾ, ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുക, ഒരു ദൈവം ആഗ്രഹിക്കുന്ന അനുഭവത്തിലേക്ക്, ദൈവം ആഗ്രഹിക്കുന്ന ഒരു ഹല്ലേലൂയ പദ്ധതിയിലേക്ക് നീ ഒന്ന് മടങ്ങി വരികയാണെങ്കിൽ, ഇന്ന് രാത്രി നിന്നിൽ ഒരു സ്വർഗീയ അനുഭവം പരിശുദ്ധാത്മാവ് പകരാൻ പോവുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. യേശുവിന്റെ രക്തത്താൽ ചെയ്യുമെടുക്കുന്നു. ഇന്ന് രാത്രിയിൽ സ്തോത്രം, ദൈവമൈതനെ, ഈ വചനത്തിന്റെ ആഴങ്ങളെ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് ഇടപെടുകയാണ്. ഈ വചനത്തിന്റെ ആഴങ്ങളെ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് ഇടപെടുകയാണ്. എവിടൊക്കെയോ നിനക്ക് നഷ്ടപ്പെട്ടു പോയ ചില കൃപയുടെ അനുഭവങ്ങളെ, എവിടൊക്കെയോ നിനക്ക് നഷ്ടപ്പെട്ടു പോയതായ കൃപയുടെ ആഴങ്ങളെ ഇന്ന് രാത്രി മടക്കി കൊണ്ടുവരുവാൻ പരിശുദ്ധാത്മാവ് ദൂത് പറയുകയാണ്. യേശുവിന്റെ രക്തത്താൽ ചെയ്യുമെടുക്കുന്നു, യേശുവിന്റെ രക്തത്താൽ ചെയ്യുമെടുക്കുന്നു. ഇന്ന് രാത്രി ഒന്ന് മടങ്ങി വരുവാൻ തയ്യാറാണ്. കർത്താവേ, എന്നിൽ നഷ്ടപ്പെട്ടു പോയൊരു അനുഭവമുണ്ട്. ഉപ്പിനാൽ രുചി വരുത്തത്തക്കതായ കൃപയോടുകൂടിയതായ വാക്കുകൾ എന്നിൽ നിന്നും വരേണ്ടതാണ്. എന്നാൽ പലപ്പോഴും അത് മുറിവുകൾ ഉണ്ടാകുന്ന തരത്തിൽ, അപവാദങ്ങൾ ഉണ്ടാകുന്ന തരത്തിൽ എന്നിലൂടെ കടന്നു വന്നുവെങ്കിൽ, ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് എന്നോട് വ്യക്തമായി ഇടപെട്ടുവല്ലോ. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം എന്നോട് സംസാരിച്ചുവല്ലോ. എന്റെ കുറവുകൾ, ബലഹീനതകൾ ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ ആത്മാവ് ക്ഷമിച്ച് എനിക്ക് വേണ്ടി ഒരു വിടുതൽ അയക്കണമേ എന്ന് ഒന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറാണ്. സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, ആമേൻ. സ്തോത്രം. നാം ഇവിടെ കേൾക്കുവാനിടയായി തീർന്നു. എലീശ പ്രവാചകൻ, സ്തോത്രം, തളികമേൽ ഉപ്പിട്ട് പ്രാർത്ഥിച്ചപ്പോൾ ആ ദേശത്തെ ഗർഭനാശവും മരണവും നീങ്ങിപ്പോയെങ്കിൽ, സ്തോത്രം, ഇന്ന് രാത്രി ദൈവത്തിന്റെ തിരുവചനം പറയുക, സ്തോത്രം, ഹല്ലേലൂയ, ഉപ്പാകുന്ന ഞാനും നീങ്ങും. സ്തോത്രം, ഹല്ലേലൂയ, ഒരു ദൈവ പ്രവൃത്തിക്കുള്ള പൈതല. സ്തോത്രം, ഹല്ലേലൂയ. ആ ദേശത്തെ ഗർഭനാശവും മരണവും നീക്കിക്കളയുവാൻ ആ ഉപ്പിനെ സ്തോത്രം, ദൈവത്തിന്റെ ആത്മാവ് അവിടെ ഉപയോഗിച്ചുവെങ്കിൽ, ദൈവത്തിന്റെ ദാസൻ അവിടെ ഉപയോഗിച്ചുവെങ്കിൽ, ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുക, ഞാനും നീയുമാകുന്ന ഉപ്പ്, ഭൂമിയിൽ ഉപ്പാകുന്ന നമ്മെ കുറിച്ച് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ഉപ്പിനെ കുറിച്ച് സ്തോത്രം, ഹല്ലേലൂയ, അതുവരെ ഉണ്ടായിരുന്ന കാഴ്ചപ്പാട് എന്ന് പറയുന്നത്, സ്തോത്രം, ഹല്ലേലൂയ, ഉപ്പ് ഒരു സ്തോത്രം, ഹല്ലേലൂയ, ഭക്ഷണ പദാർത്ഥങ്ങളിൽ ചേർക്കുവാനുള്ള ഒരു രസവസ്തുവായിരുന്നു. എന്നാൽ എലീശ പ്രവാചകനോട് പറയുകയാണ്, ഉപ്പ് നിങ്ങൾ കൊണ്ടുപോവാ. ആ പുതിയ തളികയ്ക്കകത്ത് ആ ഉപ്പിട്ടപ്പോൾ ആ ദേശത്തെ ഗർഭനാശവും മരണവും നീങ്ങിപ്പോയെങ്കിൽ, ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുക, നിന്നിലാകുന്ന ഉപ്പ്, നീയാകുന്നു ഉപ്പ്. ഇന്ന് രാത്രികാലം ഒരു പുതിയ തളിക്കകത്ത് ഹല്ലേലൂയ, നിന്റെ പുതിയ ഹൃദയത്തിനകത്ത് രൂപാന്തരം പ്രാപിച്ച പുതുക്കം പ്രാപിച്ചതായ നിന്റെ ഹൃദയത്തിനകത്തേക്ക് ആ ഉപ്പിനെ ഒന്ന് പകരുകയാണെങ്കിൽ, ആ പരിശുദ്ധാത്മാവിനെ ഒന്ന് പകരുകയാണെങ്കിൽ, സ്തോത്രം, നിന്നിലൂടെ ദേശത്തിനകത്ത്, നിന്നിലൂടെ പട്ടണത്തിനകത്ത്, നിന്നിലൂടെ രാജ്യത്തിനകത്ത്, നിന്നിലൂടെ നിന്റെ സ്തോത്രം, ഭവനത്തിനകത്ത്, നിന്നിലൂടെ നിന്റെ ദേശത്തിനകത്ത് വിടുതലുകൾ തരുവാൻ ദൈവത്തിന് ഉദ്ദേശമുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. സ്തോത്രം, ഇന്ന് രാത്രി നമ്മെക്കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ട്. ദൈവവേദന നമ്മെക്കുറിച്ച് ദൈവത്തിന് ഒരു ആലോചനയുണ്ട്. ഇന്ന് രാത്രി ഒന്ന് മടങ്ങി വരുവാൻ തയ്യാറാണ്. കർത്താവേ, ഞാൻ ലോകത്തിന്റെ ഉപ്പ, അതൊന്ന് നീ തിരിച്ചറിഞ്ഞാട്ടെ. സ്തോത്രം, ഞാൻ ലോകത്തിന്റെ ഉപ്പ, അതൊന്ന് തിരിച്ചറിയുവാൻ തയ്യാറാണെങ്കിൽ, അതൊന്ന് ഹല്ലേലൂയ നമ്മുടെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ അതിനെ ഒന്ന് ഏറ്റെടുക്കുവാൻ തയ്യാറാണെങ്കിൽ, പരിശുദ്ധാത്മാവ് പറയുക, ദൈവത്തിന്റെ വചനം പോലെ നിന്നിലൂടെ ചില അത്ഭുതങ്ങൾ ലോകത്തിനകത്ത് നടക്കാൻ പോവുക. യേശുവിന്റെ രക്തത്താൽ ചെയ്യുമെടുക്കുന്നു, യേശുവിന്റെ രക്തത്താൽ ചെയ്യുമെടുക്കുന്നു. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിലേക്ക്, ആ സ്വർഗീയ ദാനത്തിനകത്തേക്ക്, ദൈവികമാകുന്ന കൃപയിലേക്ക് ഒന്ന് മടങ്ങി വരുവാൻ, പ്രാർത്ഥിപ്പാൻ, ആത്മാവിൽ ആരാധിപ്പാൻ, അധിക സന്തോഷം അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നതായ ദൈവ പൈതകളെ ഇന്ന് രാത്രി ഇതിനകത്തുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവിനോട് പറയുക, എവിടൊക്കെയോ നഷ്ടപ്പെട്ടു പോയ ചില ആത്മീക കാഴ്ചപ്പാടുകൾ, എവിടൊക്കെയോ നഷ്ടപ്പെട്ടു പോയതായ ദൈവിക കാഴ്ചപ്പാടുകൾ ഇന്ന് രാത്രികാലം മടക്കി തരുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഇന്ന് രാത്രി ഒന്ന് മടങ്ങി വരുവാൻ തയ്യാറാണെങ്കിൽ, ഇന്ന് രാത്രികാലം ഒന്ന് ഹല്ലേലൂയ ദൂരം ഏറ്റെടുക്കുവാൻ തയ്യാറാണെങ്കിൽ, സ്തോത്ര, ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിനകത്തെ നഷ്ടപ്പെട്ടു പോയതായ ആ ഉപ്പിന്റേതായ അനുഭവത്തെ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് നിനക്ക് മകന് പകരം തരാൻ പോവുക. ശമന റികൽഖമാനിയ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയമെടുക്കുന്നു. ഇന്ന് രാത്രികാലം അതിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കാമോ? ഇന്ന് രാത്രികാലം അതിനുവേണ്ടി ഒന്ന് സമർപ്പിച്ചു കൊടുക്കാമോ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായി നമ്മെ ഉപയോഗിക്കാൻ പോവുക. സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ.
ഇവിടെ നമ്മൾ വായിച്ച ഉൾവാക്യത്തിൽ വായിക്കുന്നു, ഉപ്പിന്റെ രസം നഷ്ടപ്പെട്ടു പോയാൽ, അതിന്റെ കാരം നഷ്ടപ്പെട്ടു പോയാൽ, സ്തോത്രം ഹല്ലേലൂയ, അത് പുറത്തെറിഞ്ഞു കളയും. സ്തോത്രം, അത് പുറത്ത് എറിഞ്ഞു കളയും. അത് പുറത്തെറിഞ്ഞു കഴിഞ്ഞാൽ സ്തോത്രം ഹല്ലേലൂയ, മനുഷ്യൻ അതിനെ ചവിട്ടി മെതിക്കും. ഓ ശബാന വൈരാരകൾ ധനാദിയ, അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആരോടൊക്കെ ദൂത് പറയുക. ചില നിന്ദകൾ, പരിഹാസങ്ങൾ സ്തോത്രം നിന്റെ ജീവിതത്തിനകത്ത് കടന്നു വരുമ്പോൾ ഇന്ന് രാത്രി നീ ഓർത്തു, ഉപ്പിന്റെ അനുഭവം നിന്റെ ജീവിതത്തിനകത്ത് കാരം നഷ്ടപ്പെട്ടു പോയ അനുഭവമുണ്ട്. ഇന്ന് രാത്രി കാലത്ത് ചില അപവാദങ്ങൾ, ചില ദൂഷണങ്ങൾ നിനക്ക് നേരെ കടന്നു വരുന്നുവെങ്കിൽ, ചില പതികൾ നിനക്ക് നേരെ കടന്നു വരുന്നു, മനുഷ്യൻ നിന്നെ ചവിട്ടി മെതിക്കുന്നുവെങ്കിൽ, ഇന്ന് രാത്രിക്കാലം ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്ന് പറയുകയാണ്, സ്തോത്രം നിന്നിൽ നഷ്ടപ്പെട്ടു പോയി ചിലരുണ്ട്. ആ ഉപ്പിന്റെ രസം നിന്ന്, കാരം നിന്നിൽ നഷ്ടപ്പെട്ടു പോയി. ഇന്ന് രാത്രിയിൽ നിന്ന് മടങ്ങി വരുവാൻ തയ്യാറാണെങ്കിൽ, ഇന്ന് രാത്രിക്കാലം അടുത്തു വരുവാൻ തയ്യാറാണെങ്കിൽ, പരിശുദ്ധാത്മാവ് പറയുന്നു, ഇന്ന് രാത്രി ഹല്ലേലൂയ, നീ അനുഭവിക്കുന്ന ചില നിന്ദകൾ, പരിഹാസങ്ങൾ, ചവിട്ടി മതിക്കപ്പെടുന്നതായ നിന്റെ ചാർച്ചക്കാർ, നിന്റെ വീട്ടുകാർ നിന്നെ ചവിട്ടി മതിക്കുന്നതായ ചില അനുഭവങ്ങൾ ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിനകത്ത് മാറി. സ്തോത്രം, ചില നിന്നയുടെ അനുഭവങ്ങൾ മാറി നിന്നെ ഒരു ഉപ്പിനാൽ രുചി വരുത്തക്ക നിലവാരത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ഉപയോഗിക്കുവാൻ ദൈവത്തിന്റെ ഉദ്ദേശമുണ്ട്. സ്തോത്രം, സ്തോത്രം ഹല്ലേലൂയ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ആരോടൊക്കെ പറയുക. സ്തോത്രം, എവിടേക്കോ നിന്റെ ഉപ്പിന്റെ കാരം നഷ്ടപ്പെട്ടു പോയിരിക്കുക, ഉപ്പാകുന്നതിന്റെ കാരം നഷ്ടപ്പെട്ടിരിക്കുക. സ്തോത്രം ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ അഭിഷേകം നഷ്ടപ്പെട്ട ചില അനുഭവങ്ങൾ. സ്തോത്രം, അഭിഷേകം നഷ്ടപ്പെട്ടു പോയ ചില അനുഭവങ്ങളെ പരിശുദ്ധാത്മാവ് പറയുന്നു, ഇന്ന് രാത്രി നിന്റെ അഭിഷേകത്തെ ഒന്ന് മടക്കി കൊണ്ടുപോവാ. ശിംശോൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുവല്ലോ, സ്തോത്രം കർത്താവേ, ഒരിക്കൽ കൂടി യഹോവേ എന്റെ അഭിഷേകത്തെ എന്നിലേക്കൊന്ന് പകരണം, ഒരിക്കൽ കൂടി എന്നിലേക്കൊന്ന് അഭിഷേകം ഒന്ന് തരണം. സ്തോത്രം അവിടെ കാണിക്കുന്നു, അഭിഷേകം തന്നിലേക്ക് വന്നപ്പോൾ, ദൈവത്തിന്റെ ആത്മാവ് തന്നിലേക്ക് കടന്നു വന്നപ്പോൾ, താൻ ജീവനോടെ ആയിരുന്ന കാലഘട്ടങ്ങളിൽ കൊന്നൊടുക്കിയതിനേക്കാളും ഉപരിയായില്ല, ഇരട്ടിയായി സ്തോത്രം ഹല്ലേലൂയ, മനുഷ്യരെ അവിടെ, ശത്രുക്കളെ താൻ അവിടെ നിഗ്രഹിച്ചു വന്നു ദൈവത്തിന്റെ തിരുവചനം പറയുക. സ്തോത്രം ഹല്ലേലൂയ. ദൈവത്തിന്റെ തിരുവചനം അങ്ങനെ പറയുക. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ സ്തോത്രം ഒന്ന് മടങ്ങി വരുവാൻ തയ്യാറാണോ? ഒന്ന് മടങ്ങി വരുവാൻ തയ്യാറാണ്. ശിംശോൻ പ്രാർത്ഥിച്ചതുപോലെ, കർത്താവേ, എന്നിൽ നഷ്ടപ്പെട്ടു പോയതായ അഭിഷേകം, എന്നിൽ നഷ്ടപ്പെട്ടു പോയ ദൈവത്തിന്റെ വചനത്തിന്റെ ഹല്ലേലൂയ വെളിപ്പാടുകൾ, ദൈവത്തിന്റെ വചനത്തിന്റെ ആലോചനകൾ ഇന്ന് രാത്രികാലം ഒന്ന് മടക്കി തരണമെന്ന് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറാണ്. സ്തോത്രം ഹല്ലേലൂയ. നമ്മളവിടെ വായിച്ചു, സ്തോത്രം ഹല്ലേലൂയ, ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന എലീശാ പ്രവാചകൻ പുതിയ തളികക്കകത്ത് ഉപ്പിട്ട് പ്രാർത്ഥിച്ചപ്പോൾ ദേശത്തെ ഗർഭനാശവും മരണവും നീങ്ങിപ്പോയി. സ്തോത്രം ഹല്ലേലൂയ. അപ്പോൾ ഉപ്പിനെ കൊണ്ട് ദൈവത്തിന് പദ്ധതിയുണ്ട്, ഉപ്പ് കൊണ്ട് ദൈവത്തിന് പ്രയോജനമുണ്ട്. പഴയ നിയമത്തിൽ ലേവ്യ പുസ്തകത്തിൽ പഠിക്കുമ്പോൾ കാണുന്നു, നിങ്ങളുടെ സകല ഭോജനയാഗത്തിലും, ദൈവത്തിന് കഴിക്കുന്ന സകല യാഗങ്ങളിലും സ്തോത്രം ഉപ്പ് ഒരു വിശേഷപ്പെട്ട വസ്തുവായി മാറിയിരിക്കുക. ഉപ്പ് ഒരു വിശേഷപ്പെട്ട യാഗത്തിന് വേണ്ടി നാകുന്ന ഒരു വിശേഷപ്പെട്ട വസ്തുവായി തിരിക്കുക. അങ്ങനെയെങ്കിൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, സ്തോത്രം ദൈവം നമ്മെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്, നാം ഒരു വിശേഷപ്പെട്ട വസ്തുവാ. സ്തോത്രം, നാം വിശേഷപ്പെട്ട ഒരു ഹല്ലേലൂയ അനുഭവത്തിന് ഉടമകളാ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിനോട് പറയുകയാണ്, നമ്മളിലൂടെ രുചി വരേണ്ടതാകുന്ന അനേക ഭോജനങ്ങൾ ഇനിയുമുണ്ട്. സ്തോത്രം, പുറത്ത് തള്ളപ്പെട്ടതായ അനേകമുണ്ട്. നമ്മൾ മുമ്പ് കേട്ട പോലെ സ്തോത്രം ഹല്ലേലൂയ, ഒരു ഭക്ഷണത്തിന് ഒരു സ്തോത്രം ഹല്ലേലൂയ, ഒരു സ്തോത്രം ഭക്ഷണ പദാർത്ഥത്തിന് അതിന് രുചി വരണമെങ്കിൽ ഉപ്പ് അനിവാര്യ ഘടകമാണ്. സ്തോത്രം അല്ലെ, ഉപ്പ് അനിവാര്യമായ ഒരു ഘടകമാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ ഉപ്പാകുന്ന, ഭൂമിയുടെ ഉപ്പാകുന്ന ഞാനും നീയും സ്തോത്രം ഹല്ലേലൂയ, ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടേണ്ടതാകുന്ന, പ്രയോജനപ്പെടേണ്ടതാകുന്ന അതിവിശിഷ്ടമായിരിക്കുന്ന ഒരു വസ്തുവാണ്. സ്തോത്രം ഹല്ലേലൂയ. യഹോവയുടെ യാഗത്തിന്, യഹോവയ്ക്ക് കഴിക്കുന്ന സകല യാഗത്തിനും സ്തോത്രം ഉപ്പ് ഒരു അവിഭാജ്യ ഘടകമാണെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവത്തിന്റെ സ്വർഗരാജ്യത്തിന് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി നാം ഏവരും സ്തോത്രം ഹല്ലേലൂയ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. സ്തോത്രം. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, നമ്മളെ നാവിൽ നിന്ന് വരുന്ന വാക്കുകൾ, സംസാരങ്ങൾ കൃപയോട് കൂടിയതായിരിക്കണം. നിന്റെ കൃപയോട് കൂടിയുള്ള വാക്കുകൾ ഒരുവനോട് സംസാരിക്കുമ്പോൾ എത്ര കഠിന ഹൃദയമുള്ളവനും, എത്ര പാപിയായിരിക്കുന്നവനും, എത്ര ഹൃദയമുള്ളവനും അവന് രക്ഷയുടെ അനുഭവത്തിലേക്കൊന്നും മടങ്ങി വരും. സ്തോത്രം ഹല്ലേലൂയ. നാം വളരെ സ്തോത്ര സൗമ്യതയോടുകൂടെ നിന്റെ നാവിൽ നിന്ന് വരുന്നതായ കൃപയോട് കൂടിയുള്ള വാക്കുകൾ നീ സംസാരിക്കുമ്പോൾ സ്തോത്ര ഹല്ലേലൂയ, എത്ര ഹല്ലേലൂയ സ്തോത്രം എത്രമാത്രം ദേഷ്യത്തോടുകൂടി അല്ലെങ്കിൽ എത്രമാത്രം
കഠിന ഹൃദയത്തോടുകൂടി നിൽക്കുന്ന വ്യക്തികളായിരുന്നാലും അവന്റെ ഹൃദയത്തിനകത്ത് ഒരു അലിവുണ്ടാകും. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. അവന്റെ ഹൃദയത്തിനകത്ത് ഒരു മാനസാന്തരം ഉണ്ടാകും, അവന്റെ ഹൃദയത്തിനകത്ത് ഒരു രൂപാന്തരം ഉണ്ടാകും. അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവ പൈതലെ, സ്തോത്രം, ദൈവത്തിന്റെ വചനം പറയുന്നു, നാം ലോകത്തിന്റെ ഉപ്പാകുന്നു, നാം ലോകത്തിന്റെ ഉപ്പാകുന്നു. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ വചനത്തിന്റെ ചിന്തയ്ക്ക് മുമ്പാകെ ഒന്ന് സമർപ്പിക്കുവാൻ തയ്യാറാണോ? ദൈവത്തിന്റെ വചനത്തിന് മുമ്പാകെ നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാണോ? ഇന്ന് രാത്രി അതിനായിട്ടൊന്ന് സമർപ്പിച്ചു കൊടുത്താട്ടെ. യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുന്നു, യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുന്നു. സ്തോത്ര, ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തിന്റെ സ്തോത്രം, ആ വചനത്തിന് മുമ്പാകെ നമ്മെ തന്നെ ഒന്ന് കേൾപ്പിച്ചു കൊടുക്കുവാൻ, നമ്മെ തന്നെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കാൻ തരുന്നു. കർത്താവേ, ഞാൻ ഈ ലോകത്തിന്റെ ഉപ്പാകുന്നു, ഞാൻ ഈ ലോകത്തിന്റെ ഉപ്പാകുന്നു. കർത്താവേ, സ്തോത്രം, എന്നിൽ വരേണ്ടതാകുന്ന രുചിഭേദങ്ങളെ നഷ്ടപ്പെട്ടു പോയെങ്കിൽ, സ്തോത്രം, ആ രുചിയുടെ അനുഭവം, കാരത്തിന്റെ അനുഭവം എന്നിൽ നിന്നും നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുന്നു, അങ്ങനെയുള്ളവർ ഹല്ലേലൂയ പുറത്ത് എറിയപ്പെടേണ്ടവരും പുറത്ത് എറിയപ്പെടും എന്ന് പറഞ്ഞാൽ, സ്തോത്രം, ഹല്ലേലൂയ, നിന്നിൽ ദൈവം ഈ ലോകത്തിന്റെ ഉപ്പെന്ന് കർത്താവ് പറയുമ്പോൾ, സ്തോത്രം, ഹല്ലേലൂയ, ഉപ്പാകുന്ന നിന്നിൽ നിന്നും സ്തോത്രം, എന്നിൽ നിന്നും, സ്തോത്രം, ഹല്ലേലൂയ, നമ്മളിൽ നിന്നും അകാരം നഷ്ടപ്പെട്ടു പോയ നാം പുറത്ത് എറിയപ്പെടും എന്ന് പറഞ്ഞാൽ, സ്തോത്രം, ഹല്ലേലൂയ, അവകാശികളായിരിക്കുന്ന വാഗ്ദത്ത ദേശമായിരിക്കുന്ന സ്തോത്രം, ഹല്ലേലൂയ, സ്വർഗീയമാകുന്ന അനുഭവത്തിന്റെ അകത്തേക്ക് പ്രവേശിക്കേണ്ടതായിരിക്കുന്ന ഞാനും നീയും, സ്തോത്രം, ഹല്ലേലൂയ, നമ്മളിൽ നിന്നും ലോകത്തിന്റെ ഉപ്പായിരിക്കുന്ന അത് കാരം നഷ്ടപ്പെട്ടു പോയ ആ സ്വർഗീയ അനുഭവത്തിൽ നിന്നും നാം പുറത്തേക്ക്, എന്ന് പറയുന്ന നരകത്തിന്റെ അനുഭവത്തിലേക്ക് വലിച്ചെറിയപ്പെടുവാനിടയായിട്ട്. സ്തോത്രം, അവിടെ എങ്ങനെയുള്ള മനുഷ്യർ അതിനെ ചവിട്ടി മേടിക്കും എന്ന് പറഞ്ഞാൽ, സ്തോത്രം, ഹല്ലേലൂയ, നാം ഒരു വലിയ പീഡനത്തിന്റെ പരിഹാസത്തിന്റെ നിന്ദയുടേതാകുന്ന ഒരു അനുഭവത്തിന്റെ അകത്തേക്ക് നാം മാറ്റപ്പെടുവാനിടയായി തരും. ഇന്ന് രാത്രി കാലം, ഹല്ലേലൂയ, ഇസ്രായേൽ ജനം മരുഭൂമിയിൽ സ്തോത്രം ദൈവത്തെ ആരാധിപ്പാൻ മിസ്രയീമിന്റെ അടിമത്തത്തിൽ നിന്നും അവർ യാത്ര പുറപ്പെട്ടു. എന്നാൽ ഹല്ലേലൂയ, ദൈവം ആഗ്രഹിച്ചതായ അനുഭവത്തിലേക്ക് അവർ മടങ്ങി വരാതെ, ദൈവം ആഗ്രഹിച്ചതായിരുന്ന ആ വാഗ്ദത്ത ദേശത്തിലേക്ക് പ്രവേശിക്കുവാൻ കഴിയാതെ മരുഭൂമിയിൽ പലരും പട്ടുപോയി. മരുഭൂമിയിൽ പലർക്കും ഹല്ലേലൂയ അവർ സ്തോത്രം നഷ്ടപ്പെട്ടു പോയി. എന്നാൽ അവർ ദൈവം വെച്ചായിരിക്കുന്ന വാഗ്ദത്ത കനാനിലേക്ക് പ്രവേശിക്കുവാൻ കഴിയാതെ ആയിത്തീർന്നുവെങ്കിൽ, ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ഇന്ന് രാത്രി വചനത്തിന്റെ അടിസ്ഥാനത്തിൽ വിളിച്ചു പറയുകയാണ്, നിനക്ക് നഷ്ടപ്പെട്ടു പോയതായ ഉപ്പിന്റെ കാരമില്ലാത്ത അനുഭവത്തെ ഇന്ന് രാത്രികാലം നഷ്ടപ്പെട്ടു പോയെങ്കിൽ അതൊന്ന് മടക്കി മേടിച്ചെടുത്താട്ടെ, അതൊന്ന് മടക്കിയെടുത്താട്ടെ. ഇന്ന് രാത്രികാലം അങ്ങനെ നാം തയ്യാറാവുകയാണെങ്കിൽ നമ്മളിലൂടെ ചില വാഗ്ദത്തങ്ങൾ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുവാൻ പോകുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് രാത്രിയില് സ്തോത്രം, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവ് നമ്മളിൽ ചില വ്യതിയാനങ്ങൾ വരുത്താൻ പോകുക. ഇന്ന് രാത്രി, ഹല്ലേലൂയ, ദൈവത്തിന്റെ വചനം നാം കേട്ടതുപോലെ ഇസ്രായേൽ ജനം ദൈവത്തിന്റെ പദ്ധതി പ്രകാരമുള്ള ജനമാണ്. ദൈവം അവരെ തിരഞ്ഞെടുത്തു, ദൈവം അവരെ ഉപയോഗിച്ചു. എന്നാൽ ദൈവം ഉപയോഗിക്കുവാനുള്ള ആ ജനം പലപ്പോഴും, ഹല്ലേലൂയ, ദൈവത്തിന്റെ കൽപ്പനകൾക്ക് വിപരീതമായി, ദൈവത്തിന്റെ വചനത്തിന് വിപരീതമായി അവർ, ഹല്ലേലൂയ, എന്നേക്കുമായി അതിൽ നിന്നും നഷ്ടപ്പെട്ടു പോയെങ്കിൽ, എന്നേക്കുമായി ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിൽ നഷ്ടപ്പെട്ടു പോയെങ്കിൽ, ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുക, പുതിയ നിയമ ഇസ്രായേലായിരിക്കുന്ന, പുതിയ നിയമ വാഗ്ദത്ത സന്തതികളായിരിക്കുന്ന നാം ഓരോരുത്തരെയും ഇന്ന് രാത്രിക്കാലം കർത്താവ് തിരഞ്ഞെടുക്കുക. നിങ്ങൾ ലോകത്തിന്റെ ഉപ്പ. സ്തോത്രം, നിങ്ങൾ ലോകത്തിന്റെ ഉപ്പ. നിങ്ങളിലൂടെ, സ്തോത്രം, ഹല്ലേലൂയ, ലോകം വിടിവിക്കപ്പെടും. നിങ്ങളിലൂടെ സ്തോത്രം, ഹല്ലേലൂയ, ചിലരെ ദൈവം വാർത്തെടുക്കും. നിങ്ങളിലൂടെ ദൈവം ചിലരെ രൂപാന്തരപ്പെടുത്തും. ഇന്ന് രാത്രികാലം അതിനായിട്ടൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? അതിനുവേണ്ടി ഒന്ന് സമർപ്പിക്കാമോ? സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ കേട്ടതുപോലെ സ്തോത്രം, നമുക്കിവിടെ കാണാൻ കഴിയുന്നു, ഏദനിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചാക്കി. സ്തോത്രം, ഏദനിൽ ദൈവത്തിന്റെ പ്രത്യേക പദ്ധതി പ്രകാരം, ദൈവത്തിന്റെ പ്രത്യേക ആലോചന പ്രകാരം, സ്തോത്രം, മനുഷ്യനെ ദൈവം അവിടെ സൃഷ്ടിച്ചാക്കി. നമുക്കിവിടെ കാണാൻ കഴിയുന്നു. എന്നാൽ ദൈവത്തിന്റെ പദ്ധതിയിൽ ദൈവം സൃഷ്ടിച്ചാക്കിയതായ മനുഷ്യൻ പിശാചിന്റെ സ്തോത്രം, ഹല്ലേലൂയ, പ്രലോഭന നിമിത്തം അവർ ദൈവത്തിന്റെ, ഹല്ലേലൂയ, വചനത്തിൽ നിന്നും അവർ ഓടി. സ്തോത്രം, അവരുടെ സ്തോത്രം, ദൈവം വെച്ചിരിക്കുന്ന വാഗ്ദത്തത്തിൽ നിന്നും അവർ നഷ്ടമായി തീരുവാനിടയായി. സ്തോത്രം എന്ന് പറഞ്ഞാൽ പാപത്തിനടിമപ്പെട്ട് പാപത്തിന്റെ ആഴത്തിലേക്ക് ഇറങ്ങിപ്പോയി ദൈവം വെച്ചതായ ആ സ്വർഗീയ അനുഭവത്തിനകത്തൊന്നും, സ്വർഗീയ പദ്ധതിക്കകത്തൊന്നും അവർ നഷ്ടപ്പെട്ടു പോയി. എന്നാൽ നമുക്കിവിടെ കാണാൻ കഴിയുക, സ്തോത്രം, ഹല്ലേലൂയ, ലോകത്തിന്റെ ഉപ്പായിരുന്നതായ, ഉപ്പായി ദൈവം സൃഷ്ടിച്ചാക്കിയതായ, ലോകത്തിന്റെ ഉപ്പായി ദൈവം മെനഞ്ഞതായിരിക്കുന്ന ആദാമും ഹവ്വയും സ്തോത്രം, ഹല്ലേലൂയ,
നഷ്ടപ്പെടുത്തി കളഞ്ഞതായ ഹല്ലേലൂയ ആ കാലത്തിന്റെ അനുഭവത്തെ മടക്കി തരുവാൻ, ആ കാലത്തിന്റെ അനുഭവത്തെ രുചിയുടെ അനുഭവത്തെ നിനക്ക് മടക്കി തരുവാൻ 2024 വർഷങ്ങൾക്ക് മുമ്പേ കാൽവരി ക്രൂശിൽ ഒരുവൻ യാഗമായി തീർന്നു. കാൽവരി ക്രൂശിൽ ഒരുവൻ യാഗമായി തീർന്നു. ഇന്ന് രാത്രികാലം ദൈവവൈദ്യരെ ദൈവത്തിന്റെ ആത്മാവ് പറയുക, നിന്നിൽ നഷ്ടപ്പെട്ടു പോയ ചിലതിനെ, നിന്നിൽ നഷ്ടപ്പെട്ടു പോയ ഉപ്പിന്റെ അനുഭവത്തെ നിനക്ക് മടക്കി തരുവാൻ, ഹല്ലേലൂയ രുചിയില്ലാത്തതിന്റെ അനുഭവത്തെ മടക്കി തരുവാൻ, ഹല്ലേലൂയ മനുഷ്യന്റെ ഹല്ലേലൂയ വലിച്ചെറിഞ്ഞിട്ട് കാലം നഷ്ടപ്പെട്ടു പോയ ഉപ്പാകുന്ന നീ വലിച്ചെറിയപ്പെട്ട് പാപത്തിന്റെ അനുഭവത്തിനകത്ത് കടന്ന് പിശാച് നിന്നെ ചവിട്ടി മെതിച്ചപ്പോൾ, പിശാച് നിന്നെ ചവിട്ടി ഹല്ലേലൂയ എന്നേക്കുമായി പാതാളത്തിന്റെ അനുഭവത്തിലേക്ക് നിന്നെ വലിച്ചെറിയുവാൻ നോക്കിയപ്പോൾ സ്വർഗത്തിൽ നിന്നും ഒരു ദൈവത്തിന്റെ പുത്രനായിരിക്കുന്ന യേശു ക്രിസ്തു ഇറങ്ങി വന്ന് അവൻ യാഗമായി തീർന്ന്, മറുവിലയായി തീർന്ന് സ്വന്തം നിന്നെ വീണ്ടെടുത്തു. എങ്ങനെയുള്ളവനായിരുന്നു? നീ ഉപ്പിന്റെ കാരം നഷ്ടപ്പെട്ടവനായി, ഉപ്പിന്റെ കാരം നഷ്ടപ്പെട്ടവനായി, നീ വലിച്ചെറിയപ്പെട്ടവനായി സ്തോത്രം ഹല്ലേലൂയ അഗാധത്തിലേക്ക് മാറിപ്പോയപ്പോൾ സ്തോത്രം തള്ളപ്പെട്ട നിന്നെ ഹല്ലേലൂയ ഈ ലോകത്തിന്റെ ഉപ്പാക്കി തീർത്ത്, രുചിയുള്ളതാക്കി തീർത്ത് നിന്നെ കർത്താവ് നിന്നെ വീണ്ടെടുത്തുവെങ്കിൽ ഇന്ന് രാത്രികാലം ആ സ്വർഗീയ ദാനത്തെ തിരിച്ചറിഞ്ഞ, ഒരിക്കൽ സ്വർഗീയമാകുന്ന അനുഭവങ്ങളെ തിരിച്ചറിഞ്ഞ നീ ഇനി ഒരിക്കൽ കൂടി പാപം ചെയ്ത് ദൈവത്തിന് അകലരുതെന്ന് ദൈവത്തിന്റെ വചനത്താൽ വിളിച്ചു പറയുക. യേശുവിന്റെ രക്തത്താൽ ചെയ്യുമെടുക്കുന്നു. ഒരിക്കൽ നമുക്ക് വേണ്ടി നഷ്ടപ്പെട്ടു പോയ ഉപ്പിന്റെ അനുഭവത്തെ, നമ്മൾ നഷ്ടപ്പെട്ടു പോയതായ ഉപ്പിന്റെ രസത്തെ മടക്കി തന്നത് 2024 വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തിന്റെ പുത്രനായിരിക്കുന്ന യേശു ക്രിസ്തു യാഗമായി തീർന്നതുകൊണ്ട് ഇനി സ്തോത്ര ഹല്ലേലൂയ ഒരിക്കൽ സ്വർഗീയ ദാനത്തെ ലഭിക്കപ്പെട്ടിട്ട് ഇനി നാം ആ തെറ്റിലേക്കും പഴയതിലേക്കും മടങ്ങി പോകരുത്. ഇനി നാം പഴയതിലേക്ക് പഴയ അനുഭവത്തിലേക്ക് നാം ഇനി മടങ്ങി യാത്ര ചെയ്യരുത്. ഒരിക്കൽ കൂടി നമ്മുടെ കർത്താവിനെ ക്രൂശിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് നാം മടങ്ങി പോകരുത് എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ദൈവവൈദ്യനെ നിന്നോട് ദൂത് പറയുക. സ്തോത്രം ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഒന്ന് മടങ്ങി വരുവാൻ തയ്യാറാണോ? എവിടൊക്കെയോ നമ്മുടെ ജീവിതത്തിൽ വന്നതായ കുറവുകൾ, എവിടൊക്കെയോ നമ്മുടെ ജീവിതത്തിൽ വന്നതായ ചില വീഴ്ചകൾ ഇന്ന് രാത്രികാലം ഹല്ലേലൂയ ലോകത്തിന്റെ ഉപ്പാകുന്ന, ലോകത്തിന്റെ രുചിയാകേണ്ടതാകുന്ന നിന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ആ കാലത്തിന്റെ അനുഭവം ഇന്ന് രാത്രികാല കർത്താവ് 2024 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി ക്രൂശിൽ യാഗമായി തീർന്ന് അത് മടക്കി തന്നിരിക്കുക. ഇന്ന് രാത്രികാലം ഒന്ന് മടങ്ങി വരുവാൻ തയ്യാറാണോ? ദൈവവൈദ്യരെ ഒന്ന് മടങ്ങി വരുവാൻ തയ്യാറാണോ? ആരൊക്കെയോ ഓർത്ത് പരിശുദ്ധാത്മാവിന്റെ രാത്രി ദുഃഖിക്കുന്നു, ആരൊക്കെ ഓർത്തു പരിശുദ്ധാത്മാവിന്റെ രാത്രി തേങ്ങുകയാണ്. ഇന്ന് രാത്രി നിന്ന് മടങ്ങി വന്നേ. നിന്നെ കുറിച്ച് ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. ദൈവവൈദ്യരെ നിന്നെ കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. നീ ലോകത്തിന്റെ ഉപ്പ. സ്തോത്രം. ആമേൻ. എലീശ പ്രവാചകൻ തളികമേൽ ഉപ്പിട്ട് സ്തോത്രം ആ ദേശത്തെ ഗർഭനാശവും മരണവും നീക്കി കളഞ്ഞെങ്കിൽ സ്തോത്രം ഹല്ലേലൂയ ലോകത്തിന്റെ ഉപ്പായിരിക്കുന്ന നിന്നെ കുറിച്ച് ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. ലോകത്തിന്റെ ഉപ്പായിരിക്കുന്ന നിന്നെ കുറിച്ച് ഒരു ഉദ്ദേശം. എന്നാൽ ഉപ്പിന്റെ രസം അക്കാരം നഷ്ടപ്പെട്ടു പോയ അനുഭവം ഇപ്പോൾ നിന്റെ ജീവിതത്തിനകത്തുണ്ടെങ്കിൽ ഒന്ന് മടങ്ങി വരുവാൻ തയ്യാറാണെങ്കിൽ, ഒന്ന് അടുത്തു വരുവാൻ തയ്യാറാണെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുക, കഴിഞ്ഞ നാടുകളെക്കാൾ ഉപരിയായി സ്തോത്രം നിന്നെ ഉപയോഗിക്കുവാൻ ദൈവശക്തന. സ്തോത്രം ഹല്ലേലൂയ നീ ചിന്തിക്കുന്നതിനും നിരക്കുന്നതിനും അപ്പുറമായി ദൈവം നിന്നെ ഉപയോഗിക്കുവാൻ പദ്ധതി നൽകിയ യേശുവിന്റെ അധികാരമുള്ള നാമത്തില് ഇന്ന് രാത്രി ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കണം. കർത്താവേ നിങ്ങളുടെ ഹൃദയം കൊണ്ട് ഏൽപ്പിച്ചു കൊടുത്ത കർത്താവേ, എന്നിൽ നഷ്ടപ്പെട്ടു പോയ ഞാൻ ലോകത്തിന്റെ ഉപ്പാ കർത്താവേ, എന്റെ ലോകത്തിന്റെ ഉപ്പായി എന്റെ കർത്താവിനെ തിരഞ്ഞെടുത്തു. ഈ ലോകത്തിന് ഉപ്പായി എന്റെ കർത്താവിനെ തിരഞ്ഞെടുത്തു. എന്നാൽ ഇന്ന് രാത്രിയില് ഹല്ലേലൂയ അക്കാലം നഷ്ടപ്പെട്ടു പോയ അനുഭവത്തിൽ അക്കാലം എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. ഇന്ന് രാത്രി അതൊന്നും മടക്കി വരിക, അതൊന്നും മടക്കി ലഭിക്കപ്പെടുക എന്റെ കർത്താവ് ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രികാലം അതിനു വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാണെങ്കിൽ സർവകൃപാലുവായ ദൈവം നമ്മെ ഇന്ന് രാത്രി ലോകത്തിന്റെ ഉപ്പായി നിന്നെ ഉപയോഗിക്കാൻ ദൈവത്തിന്റെ ഉദ്ദേശത്തിലേക്ക് നീ മടങ്ങി വരുന്നാണ്. ശവന വൈഡ രകൽ ഖമാന അധികാരമുള്ള യേശുവിന്റെ നാമത്തിന് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ വലിയൊരു സാന്നിധ്യം നമ്മുടെ മൺകൂടാരങ്ങളിലേക്ക് പകരുകയാ. ആരൊക്കെ ഇന്ന് രാത്രിക്കാലം മടങ്ങി വരികയ, ആരൊക്കെ ഹൃദയത്തോട് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഇടപെടുന്നുണ്ട്, ആരൊക്കെ ഹൃദയത്തിനകത്ത് ടച്ച് ചെയ്തിട്ടുണ്ട് ഇന്ന് രാത്രി ഹല്ലേലൂയ നിന്റെ ഹൃദയത്തിനകത്ത് ചില തേങ്ങലുകൾ നഷ്ടപ്പെട്ടു പോയ അഭിഷേകത്തിന്റെ, നഷ്ടപ്പെട്ടു പോയ ചില കാഴ്ചപ്പാടുകളുണ്ട്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചില സ്വപ്നങ്ങൾ നീ കാണുമായിരുന്നു. പരിശുദ്ധാത്മാവിനോട് ഇങ്ങനെ പറയുക, ചില സ്വപ്നങ്ങൾ നീ കാണുമായിരുന്നു. അത് സ്തോത്ര ഹല്ലേലൂയ സ്വപ്നങ്ങൾ പലപ്പോഴും അത് യോസേഫിന്റെ ജീവിതത്തിനകത്ത് ഭവിച്ചതുപോലെ ചില സ്വപ്നങ്ങൾ നിന്റെ ജീവിതത്തിനകത്ത് ഭവിക്കുമായിരുന്നു. എന്നാൽ ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, അതൊക്കെ നഷ്ടപ്പെട്ടു പോയ ചില അനുഭവങ്ങളുണ്ട്. ഇന്ന് രാത്രി ഒന്ന് മടക്കി പിടിക്കുക, അതൊന്ന് മടക്കി നേടുക. നിന്നിൽ നിന്ന് ലോകത്തിന്റെ ഉപ്പായ, നിന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ അക്കാലത്തിന്റെ അനുഭവത്തെ ഒന്ന് മടക്കി പിടിക്കുക.
യേശുവിന്റെ രക്തസാക്ഷ്യം എടുക്കും. ഇന്ന് രാത്രി ഒന്ന് മടക്കി പിടിച്ചാട്ടെ. കർത്താവ്, എനിക്കത് തിരിച്ചു തരണം. ശിംശോൻ പ്രാർത്ഥിച്ചതുപോലെ നിന്റെ ആത്മാവിനെ ഒരിക്കൽ കൂടി എന്നിലേക്ക് പകരണം. അവൻ ദാവീദ് പറയാ